2025 മലയാള സിനിമയ്ക്ക് ഒരു ലക്കി ഇയർ ആണോ? ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തുടക്കമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു മലയാള സിനിമ 150 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി എന്നുള്ള വാർത്തയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചില മലയാള സിനിമകൾ വമ്പൻ സാമ്പത്തിക വിജയം നേടി എന്ന് അവകാശപ്പെടുമ്പോഴും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിലെ 100 കോടി കണക്കുകളുടെ വാസ്തവമെന്നൊക്കെ പറഞ്ഞിട്ട് ചില വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ കൂടി മലയാള സിനിമയ്ക്ക് നല്ല ഒരു വ്യവസായം ഉണ്ടാക്കി കൊടുക്കാൻ ചില സിനിമകൾക്കെങ്കിലും സാധിച്ചു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ ചില നല്ല നിലവാരമുള്ള മലയാള സിനിമകൾ 2025 റിലീസായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് നിലവാരമുള്ള മലയാള സിനിമകൾ ഇനിയും സാമ്പത്തികമായ വമ്പൻ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില സിനിമകൾ, നമ്മൾ വളരെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മലയാള സിനിമയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ചില സിനിമകളൊക്കെ ഈ വർഷം ഇനിയും റിലീസ് ചെയ്യാനിരിക്കുന്നുണ്ട്. അതായത് 2025 ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ ഏറെ കാലമായി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ മലയാള സിനിമയിൽ തന്നെ പുതിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില സിനിമകൾക്ക് റിലീസാവുന്നുണ്ട്. അപ്പോൾ അത്തരം സിനിമകളെ പറ്റിയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള മലയാളം സിനിമയാണ്. സോ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ലെറ്റ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ ഫോർ മോസ്റ്റ് അവൈറ്റഡ് മലയാളം മൂവീസ് ടു ബി റിലീസ്ഡ് ഇൻ 2025. നമ്പർ 1, ഹൃദയപൂർവ്വം. ഒരു ദശാബ്ദക്കാലത്തിനു ശേഷം മോഹൻലാൽ, സത്യൻ അന്തിക്കാട് എവർഗ്രീൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ഒരു ചിത്രം റിലീസാവാൻ പോവുകയാണ്. എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ഏറ്റവും ഒടുവിൽ സത്യൻ അന്തിക്കാടിൻ്റെ സംവിധാനത്തിൽ അഭിനയിച്ചത്. ഇപ്പോഴിതാ ഹൃദയപൂർവ്വം എന്ന ഫാമിലി ഡ്രാമ ചിത്രത്തിൽ ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയാണ്. മാളവിക മോഹൻ, സിദ്ദീഖ്, സംഗീത, സന്ദീപ് പ്രതാപ് തുടങ്ങിയവരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റ് പ്രധാന താരങ്ങൾ. ഈ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 25 ഹൃദയപൂർവ്വം വേൾഡ് വൈഡായി റിലീസ് ചെയ്യുന്നത്. നമ്പർ 2, ഓടും കുതിര ചാടും കുതിര. ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് റിലീസാവുന്ന മറ്റൊരു ഫാമിലി എൻ്റർടൈനർ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ രസികനായ ജനപ്രിയ കഥാപാത്രമായ നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശനാണ് നായിക. അൽത്താഫ് സലീം തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ, ലാൽ, ബാബു ആൻ്റണി, ജോണി ആൻ്റണി തുടങ്ങിയവർ സുപ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു. സെപ്റ്റംബർ 5 ഓടും കുതിര ചാടും കുതിര തിയേറ്ററുകളിലെത്തുക. നമ്പർ 3, ഭ ഭ ഭ. പ്രിൻസ് എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം റിലീസാവുന്ന ദിലീപ് നായകനായി അഭിനയിക്കുന്ന മറ്റൊരു ചിത്രമാണ് ഭ ഭ ഭ. 2023 അനൗൺസ് ചെയ്ത ഈ ആക്ഷൻ കോമഡി ചിത്രം സംവിധാനം ചെയ്തത് ധനഞ്ജയ് ശങ്കറാണ്. അഭിനേതാക്കളും ദമ്പതികളുമായ ഫാഹിം സഫറും നൂറിൻ ഷെരീഫുമാണ് ഭ ഭ ഭയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. മോഹൻലാൽ അതിഥിവേഷത്തിലെത്തുമെന്ന് കിംവദന്തിയുള്ള ഈ ചിത്രത്തിൽ ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബാലു വർഗീസ് തുടങ്ങിയവർ സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഭ ഭ ഭ ഓണത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്പർ 4, ആട് 3. ഫ്രൈഡേ ഫിലിംസിൻ്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച് സൂപ്പർ ഹിറ്റായ ആട് സിനിമ ഫ്രാഞ്ചൈസിയുടെ 3ാം ഭാഗമായ ആട് 3 2025 ക്രിസ്തുമസിനോടനുബന്ധിച്ചായിരിക്കും റിലീസാവുക. ജയസൂര്യയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായ ഈ ചിത്രത്തിൽ സൈജു കുറുപ്പ്, വിനായകൻ, ധർമ്മജൻ ബോൾഗാട്ടി, ബിജുക്കുട്ടൻ തുടങ്ങിയ ആട് ടീമിനോടൊപ്പം സണ്ണി വേനും സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് ആട് 3 വേണ്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത്. നമ്പർ 5, അവറാൻ. നരിവേട്ടയുടെ വിജയത്തിന് ശേഷം ടൊവിനോ തോമസ് നായകനായി അഭിനയിക്കുന്ന അടുത്ത ചിത്രം ആഗസ്റ്റ് മാസത്തിൽ റിലീസാവും. ബെന്നി പി നായരമ്പലത്തിൻ്റെ തിരക്കഥയിൽ ശില്പ അലക്സാണ്ടർ സംവിധാനം ചെയ്യുന്ന അവറാനിൽ
ടൊവിനോ തോമസിനെ മറ്റൊരു അവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓഗസ്റ്റ് മാസം അവസാനം ഓണത്തോടനുബന്ധിച്ചായിരിക്കും ഈ ടൊവിനോ തോമസ് സിനിമ റിലീസാവുക. നമ്പർ 6 ലോക ചാപ്റ്റർ 1. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് തുടക്കമിടുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ദുൽഖർ സൽമാൻ്റെ നിർമ്മാണ കമ്പനിയായ വേഫെയർ ഫിലിംസാണ് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസിക്ക് തുടക്കമിടുന്നത്. നസ്ലൻ ഗഫൂറും കല്യാണി പ്രിയദർശനുമാണ് ആദ്യ ഭാഗത്തിൽ നായകനായകന്മാരായി അഭിനയിക്കുന്നത്. കല്യാണി പ്രിയദർശൻ സൂപ്പർ ഹീറോ അവതാരത്തിലെത്തുന്ന ഈ റൊമാൻറ്റിക് ആക്ഷൻ ഫാൻറ്റസി ത്രില്ലർ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഡൊമിനിക് അരുണാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2025 ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള മലയാളം സിനിമകൾ. ഇതിൽ നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ സിനിമകൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ മറ്റേതെങ്കിലും സിനിമ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും അതും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.